ഓണം ഓണം പൊന്നോണം രണ്ടാം നാളിലെ തിരുവോണം ഓണക്കോടി ഉടുത്താലോ ഓണപ്പാട്ടുകൾ പാടേണ്ടേ ഓണസദ്യ ഉണ്ടിച്ച് ഓണക്കളികൾ കളിക്കേണ്ടേ ഓണക്കളികൾ കളിക്കേണ്ടേ ഓണത്തപ്പ മാവേലി ഓണത്തപ്പ മാവേലി ഞങ്ങൾ മുന്നിൽ നിന്ന് പൊട്ടിക്കോ ആണോ. ഹലോ ഗായ്സ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. ഈ വ്ളോഗിൽ ഞങ്ങളുടെ 2025 ഓണം ആഘോഷമാണ് ഡോക്യുമെന്റ് ചെയ്തേക്കുന്നത്. അമ്മയും അമ്മാമ്മയും നാളത്തെ സദ്യക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഇത് ചെയ്തു വെച്ചു. ഇപ്പോൾ വൈകുന്നേരമായി കനകക്കുന്ന് പാലസിലെ ലൈറ്റ് കാണാൻ പോവുകയാണ് ഞങ്ങൾ. ലൈറ്റ് കാണാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ചെറിയൊരു പരിപാടി ചെയ്തു, അതിപ്പോൾ കാണിച്ചു തരാം. അച്ഛൻ ഇന്ന് ഓഫീസിൽ ഓണം പ്രോഗ്രാം ആയിരുന്നു. അച്ഛൻ നല്ല ഒരുങ്ങിപ്പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ നല്ല ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. അങ്ങനെ ആ ഫോട്ടോ ഷൂട്ടൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ ലൈറ്റ് കാണാൻ ഇറങ്ങിയത്. 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കനകക്കുന്ന് പാലസിലെത്തി. 5 മണിയായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു പാർക്കിംഗ് ഏരിയയുടെ അവിടെ. ഞങ്ങൾ കുറച്ച് ദൂരെയാണ് പാർക്കിംഗ് കിട്ടിയത്. ഇവിടെ ഇപ്പോഴും ചെറുതായിട്ട് ലൈറ്റൊക്കെ ഇടാൻ തുടങ്ങി. നമ്മൾ എവിടെ പോയാലും എനർജി ആണല്ലോ അത്യാവശ്യം, അതുകൊണ്ട് ഒരു ചായ കുടിച്ചേക്കാതെ കരുതി. അച്ഛനും അമ്മയും ചായ സ്നാക്സും ഒക്കെ പറഞ്ഞു. ഞങ്ങളൊരു ബൂസ്റ്റ് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് കനകക്കുന്ന് പാലസിൽ ലൈറ്റ് കാണാൻ പോകും വഴി ഞങ്ങൾ ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക് കണ്ടു. പാർക്ക് കണ്ടാൽ ഞങ്ങൾ വിടുവോ? അവിടെ കുറേ നേരം കളിച്ചു. കനകക്കുന്ന് പാലസിലെ തിരക്ക് കൂടുന്നത് കണ്ടപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു കളിച്ചത് മതി, ഇനി നമുക്ക് ലൈറ്റ് കാണാൻ പോവാന്ന്. നല്ല ഭംഗിയാണ് ഇവിടുത്തെ ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ. ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാം കണ്ടതിന് ശേഷം ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേ ഏരിയയിലേക്ക് പോയി.
ലൈറ്റൊക്കെ കണ്ട് നടന്ന് സമയം പോയതേ അറിഞ്ഞില്ല. ഇപ്പം 9:09 ഞങ്ങൾ ഇവിടെ നിന്ന് പതുക്കെ ഇറങ്ങുകയാണ്. ഇപ്പം ജനങ്ങൾ നിറയെ ഉണ്ട്, ഭയങ്കര തിരക്കായി, റോഡ് ഫുൾ കംപ്ലീറ്റ്ലി ബ്ലോക്കായി. ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റി കംപ്ലീറ്റ്ലി നല്ല ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെയാണ്. ഞങ്ങൾ ഇവിടുത്തെ തിരക്കും ലൈറ്റും ഒക്കെ കണ്ട് പതുക്കെ പോവുകയാണ്. അവിടുത്തെ തിരക്കെല്ലാം കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ ഞങ്ങൾ കിള്ളിപ്പാലത്തുള്ള കുമാർ കഫേയിൽ വന്നു. അവിടെ നല്ല ചൂട് കോഴി പൊറോട്ടയും നാടൻ ചിക്കൻ പെരട്ടും ചില്ലി ചിക്കനും ഒക്കെ കഴിച്ച് ഹാപ്പിയായി. ഇനി തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഇനി നാളത്തെ തിരുവോണ വിശേഷങ്ങൾ കാണാം. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ അമ്മമ്മ സദ്യക്കുള്ള മിക്ക ഐറ്റംസും റെഡിയാക്കി. ഇതിപ്പോൾ വടകറിക്കുള്ള വട പൊരിക്കുകയാണ്. പപ്പടമാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ക്യാബേജ് തോരൻ, ഇത് ബീട്രൂട്ട് കിച്ചടി, പുളിശ്ശേരി, പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ട്, ചോറ്, ഇത് കൂട്ടുകറിയാണ്, വടയിട്ട് ഉഴുന്നുവട, ഹോം മെയ്ഡ് ആയിട്ടുള്ള ഉഴുന്നുവട ഇട്ട ഒരു വടക്കറിയാണ്. ഇത് പരിപ്പ്, അവസാനം നമ്മുടെ വെള്ളരിക്ക കിച്ചടി. പായസങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സേമിയ പായസം റെഡിയായി വരുന്നു. ഇതിൻ്റെ അകത്ത് രസം, അവസാനിപ്പിക്കാനുള്ള രസം, കടലപ്പായസം, ഇത് സംഭാർ, ഇത് അടപ്പായസം. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഫ്രഷ് ആയിട്ട് ഇതേ പൂ ഇറുത്തിടാൻ തുടങ്ങി. സാധാരണ ഇത് ഉത്രാടത്തിൻ്റെ അന്നാണ് ചെയ്യുന്നത്, പക്ഷെ ഇന്നലെ പുറത്ത് പോയിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് എടുത്തിട്ട് കഴിഞ്ഞതിന് ശേഷം അമ്മ ഒന്ന് പൂക്കളം ഇട്ടു. എല്ലാ വർഷവും അമ്മയുടെ ജോലിയൊക്കെ കഴിഞ്ഞ് അമ്മ ഞങ്ങളെ ഒരുക്കിയിട്ട് ഊഞ്ഞാലിൻ്റെ അവിടെ പൂക്കളത്തിൽ നിന്ന് കുറേ ഫോട്ടോസ് എടുക്കും. പക്ഷേ ഇപ്പോൾ അമ്മയുടെ ഫോൺ എന്തോ കംപ്ലൈൻ്റ് ആയിട്ടോ അധികം ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല. ഫോട്ടോ സെഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ചെറിയ വിശപ്പ് വന്നു. അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടിയായ സദ്യ വിളമ്പാൻ തുടങ്ങി. തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് സദ്യ കഴിഞ്ഞ് വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഇന്നിപ്പോൾ അത് അവിട്ടമാണ്. ഞങ്ങൾ എല്ലാവരും വെളുപ്പിനെ എണീറ്റ് ഒരു യാത്ര പോവുകയാണ്. കോട്ടയത്തുള്ള 2-3 അമ്പലങ്ങളും അമ്മയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീടുമാണ് ഇന്നത്തെ ഞങ്ങൾ ഐറ്റനറിയിലുള്ളത്. ഇന്നത്തെ ദിവസത്തിന്റെ വലിയൊരു പ്രത്യേകത ഇന്ന് എൻ്റെ അമ്മാമ്മയുടെ പിറന്നാളാണ്. പോകുമ്പോൾ സ്ഥിരം ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്ന റെസ്റ്റോറൻ്റാണിത്. ചെങ്ങന്നൂരുള്ള ആര്യാസ് ഗാർഡൻ. ഇവിടുത്തെ ഫുഡ് നല്ലതാണ്, സ്റ്റാഫും നല്ല പെരുമാറ്റമാണ്. വലിയ കാർ പാർക്കിംഗ് ഏരിയയും നീറ്റ് വാഷ്റൂമും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടും യാത്ര പോകുന്നവർക്ക് ഇറങ്ങാൻ പറ്റിയ നല്ലൊരു റെസ്റ്റോറൻ്റാണിത്. റെസ്റ്റോറൻറ്റോട് ചേർന്ന് ഇവിടെ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന കോട്ടയത്തുള്ള പനച്ചിക്കാട് ശ്രീ സരസ്വതി ക്ഷേത്രമാണ്. ഏറെ പ്രത്യേകതകൾ ഉള്ളൊരു ക്ഷേത്രമാണിത്. ഇവിടത്തെ മൂലബിംബം കുളത്തിനടിയിൽ വള്ളിപ്പടർപ്പുകൾക്കിടയിലാണ്. നമുക്കത് കാണാൻ സാധിക്കില്ല. അതിന് ഓപ്പോസിറ്റുള്ള സരസ്വതി പ്രതിഷ്ഠയിലാണ് പൂജകളെല്ലാം. ഇവിടെ നിന്ന് തൊടാൻ തരുന്ന കുങ്കുമം മെജന്ത കളറാണ്. ഞാൻ വേറെ ഒരിടത്തും അത് കണ്ടിട്ടില്ല. പനച്ചിക്കാട് തൊഴുതിറങ്ങി ഞങ്ങൾ അടുത്ത അമ്പലത്തിലേക്കുള്ള യാത്ര തുടങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് കോട്ടയം കടുത്തുരുത്തിയിലുള്ള
ആദിത്യപുരം സൂര്യക്ഷേത്രത്തിലാണ്. കേരളത്തിലെ ഒരേയൊരു സൂര്യക്ഷേത്രമാണിത്. നന്നായിട്ട് തൊഴുതിറങ്ങിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് പൊങ്കാല പായസം കിട്ടി. വണ്ടി കയറിയിരുന്നത് കഴിക്കുകയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ്. തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ അന്നദാനം ഉണ്ടെന്ന് അറിഞ്ഞു. ഞങ്ങൾ അത് കഴിച്ചു. പിന്നെ ഉണ്ണിയപ്പവും വാങ്ങിച്ചു. ഹാപ്പിയായി. ഇനി നേരെ പന്തളത്തേക്കാണ്. പന്തളത്ത് അമ്മയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലിറങ്ങി അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം വൈകിട്ടായപ്പോഴത്തേക്കും ഞങ്ങൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്ക് പോയി. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ എപ്പോഴും ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഗണപതി മഹാദേവനോട് പിണങ്ങിയിരിക്കുന്നതുകൊണ്ട് പിണക്കം മാറ്റാനാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതെന്നാണ് ഐതിഹ്യം. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഇത്രയാണ് ഞങ്ങളുടെ അവിട്ടത്തിൻ്റെ വിശേഷങ്ങൾ. ഹേ ഗായ്സ്, ഇന്ന് ചതയമാണ്. ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനമാണ്. രാവിലെ ഞങ്ങൾ എല്ലാവരും കുടിച്ച് റെഡിയായി അടുത്തുള്ള ഗുരുമന്ദിരത്തിൽ തൊഴാൻ പോവുകയാണ്. ഗുരുമന്ദിരത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ണിയപ്പം അവലും പഴമൊക്കെ പ്രസാദമായിട്ട് കിട്ടി. വീട്ടിൽ കൊണ്ടുവച്ച് അതൊക്കെ കഴിക്കുകയാണ്. ഹേ ഗായ്സ്, ഞങ്ങളിപ്പം ഒന്ന് പുറത്ത് പോവുകയാണ്. ഇന്ന് ഗുരുദേവൻ്റെ മാത്രമല്ല ഞങ്ങളുടെ അച്ചാച്ചൻ്റെയും കൂടി പിറന്നാളാണ്. അപ്പച്ചൻ്റെ വീട്ടിൽ വെച്ച് ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അങ്ങനെ അവിടെ പോവുകയാണ്. ഇത് അച്ചാച്ചൻ്റെ 70ാമത്തെ പിറന്നാളാണ്. കുറച്ച് ദിവസം മുമ്പ് കല്യാണി ചേച്ചി, അതായത് ഞങ്ങളുടെ അപ്പച്ചിയുടെ മകളുടെ 15th ബർത്ത്ഡേ ആയിരുന്നു. രണ്ടും കൂടെ ചേർത്ത് ഇന്നൊരു കേക്ക് കട്ടിങ്ങും ബർത്ത്ഡേ പാർട്ടിയും ഗെറ്റ് ടുഗദറും ഒക്കെയാണ്. എല്ലാവരും സദ്യ കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ കേക്ക് കട്ട് ചെയ്തു. ഇതോടുകൂടി ഞങ്ങളുടെ ഈ വർഷത്തെ ഓണാഘോഷം കഴിഞ്ഞിരിക്കുകയാണ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണാം. അതുവരെ ചാച്ച ബൈ.